ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അല്ല, അങ്ങനെ അല്ലായിരുന്നല്ലോ പറയണ്ടത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് പറ ശ്രീജ. ഹലോ. ഞങ്ങൾ അയ്യോ എനിക്ക് വയ്യ, സ്റ്റാർട്ടിങ് ട്രബിളാണ്. പാർക്കിൽ പോവാണ്. ഗോട്ട് ഐസ്ക്രീം, പിസ്താഷ്യോ ആൻഡ് കോക്കനട്ട്. ചുമ്മാ ഇന്ന് ഓഫായിരുന്നു, അപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പാർക്കിൽ ചെന്നിട്ട് പാർക്ക് കാണിക്കാം. നല്ല പാർക്കാണ്, സണ്ണിയുടെ ആയതുകൊണ്ട് നല്ലതായിരിക്കും. ഇതാണ് നമ്മൾ പോകുന്ന വഴി. ഇവിടെ ഒരു ചർച്ചൊക്കെ വരുന്നുണ്ട്. അതെ, നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ പാർക്കിലേക്ക് കയറുന്ന എൻട്രൻസ് ആണ്. ഇവിടെ ഒരു ചർച്ചുണ്ട്. ഇതാണ് ചർച്ച്. നമ്മൾ പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് പോകണം. ഇന്ന് സണ്ണി ഡേ ആണ്, നല്ല രസമാണ് കാണാൻ. ഇവിടെ പുറത്ത് കാണാൻ. ശ്രീജയിൽ പോകുന്നു. നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഈ ഐസ്ക്രീം തിന്നാൻ തീർക്കാൻ പോവാണ്. ഭയങ്കര വെയിലാട്ടോ. കുറച്ച് ചെരിഞ്ഞിരിക്കും, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും. അല്ല തന്നെ കരിഞ്ഞിരിക്കും. കരയുവാണ് കഴിച്ചു. എടി നല്ല രസമുണ്ടടി കാണാൻ. അയ്യോ, പട്ടി പോയി. ഈ പട്ടിക്ക് മൈൻഡില്ല. നിന്നെ പോലെ പറഞ്ഞാൽ അനുസരിക്കാത്ത ചാളി എന്താ പോകാത്ത? ഓ, ഡാർട്ടിങ് ആണോ ചോദിച്ചാൽ? ഞാൻ ഒരു മനുഷ്യനെ കാണിച്ചു തരാം. ഈ മനുഷ്യനാണോ അതോ എൻ്റെ ദൈവം ഇതാരോ വേൾഡ് വാറിൻ്റെ സമയത്തുണ്ടായിരുന്ന പുള്ളിയെങ്ങാണ്ടായിരുന്നു. നമ്മൾ നടക്കാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാം. നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇതിൻ്റെ ഒരു സർക്കിൾ പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഫ്ലവറാണ്. നമ്മൾ പിന്നെ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് അത് കാണാൻ പറ്റില്ല. കറക്റ്റ്. ഒരാൾ ഞാൻ വിളിക്കാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ 11 മണിയായപ്പോൾ വിളിച്ച് അവളെ എണീപ്പിച്ചിട്ട് പറഞ്ഞു, എടി നീ കുറച്ച് കഴിഞ്ഞ് എണീറ്റിട്ടെങ്കിൽ പിന്നെ എന്നെ വിളിക്കണം കേട്ടോ, നമുക്ക് പുറത്ത് പോകാം. അവളാണെങ്കിൽ ഓക്കെ, ഞാൻ എണീറ്റിട്ട് പോലും അവൾ എണീറ്റിട്ടില്ല. ഞാൻ നൈറ്റ് കഴിഞ്ഞ് വന്ന് കിടന്നിട്ട് എണീറ്റിട്ട് പോലും. എടി ഞാൻ എന്നിട്ട് വീണ്ടും അലാം വെച്ചായിരുന്നു, നീ എണീറ്റില്ലെങ്കിലോ എന്ന് ഓർത്ത്. ആ അലാം കുറേ കഴിഞ്ഞിട്ടാണ് അടിച്ചത്. ഇവിടുത്തെ ഇന്നത്തെ ഫുള്ള് പൂക്കളായി. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിക്കാൻ പറ്റും നോക്കട്ടെ. ആരുടെയും മണികൾ തൂങ്ങി കിടക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. കാണിച്ചു തരാം കേട്ടോ ഞാൻ. This is so nice. Wow. Yeah. ചെരുപ്പൊക്കെ ഇതാ നിൽക്കുന്നത്. ചെരുപ്പ് അവിടെ വെള്ളമൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. നൈസ്, നല്ലൊരു വ്യൂ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡിങ്കിൾ ഗാർഡൻ്റെ ഉള്ളിലാണ്. ജിങ്കിൾ ഗാർഡൻ അത് അടച്ചുപോയി. ജിങ്കിൾ ഡിങ്കിൾ ഡിങ്കിൾ. വേറെ ഒരു പണിയില്ല. ഇവിടുന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. Look at this. Oh no. ഏത് മരത്തേലപ്പൂ? ഓ, ആ മരത്തേലപ്പൂ. അത് കാണുന്നില്ലായിരുന്നു. ആ മരത്തേലൊന്നും. ചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അവിടെ? ചന്ദ്രനും വന്നു. ഇത് ഇപ്പോഴത്തെ സൂര്യനും ഉണ്ട്. കയാക്കിങ് ചെയ്യുന്നുണ്ട്. കയാക്കിങ്ങിൻ്റെ വീഡിയോ ജസ്റ്റ്. നോ സ്പ്രേ. ദൈവം, എനിക്ക് ഈ ഫ്ലവർ ഭയങ്കര ഇഷ്ടമായോ. ക്ലിയറാ. ഇതെന്താ? എനിക്ക് ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടു. ഒരോളം രസമുള്ളതാണ്. നമ്മൾ
പുറത്തൊക്കെ പോയി വന്നിട്ട് ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി തോന്നി. ഓൾറെഡി ചോറിട്ട് പോയി കേട്ടോ. സോ മീൻകറി ഉണ്ടാക്കിയ ചട്ടിയാണ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഫ്രീജർ വെച്ച മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് മീൻകറി 2 പീസ് എടുക്കുന്നത്, കുറച്ച് മീൻകറിയും കുറച്ച് നന്നായി ചാറും. ഓക്കെ. പിന്നെ നമ്മൾ താഴേന്ന് ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് പയറും മത്തങ്ങയും എരിശ്ശേരി അല്ലേ? അതാണ്. ബാക്കിയൊന്നും ഇല്ല കേട്ടോ, വലിയ ചട്ടിച്ചോറല്ല, കുഞ്ഞു ചട്ടിച്ചോറ്. പിന്നെ ഇതെന്തുമായിരുന്നു? തോരനും എന്തോ തോരൻ, വാഴക്കൊമ്പും പയറും തോരൻ. കാണത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ടേസ്റ്റ്. കുറച്ചുകൂടി എടുക്കും. ഓക്കെ. മുട്ട പൊരിച്ച് തന്നില്ല, എൻ്റെ സങ്കടം ഞാൻ പൊരിച്ച് മീൻ വറുത്തതില്ല ഗൈസ്. സോ പിന്നെ നമ്മൾ മോരുണ്ടാക്കിയതാണ്. മോരിനകത്ത് ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും അതും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നു. ഇത് ഞാൻ കുറച്ച് അച്ചാർ, മാങ്ങച്ചാർ, പപ്പടം കൂടെ. പപ്പടവും മീൻ വറുത്തതും മുട്ട പൊരിച്ചതിൻ്റെ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചട്ടിച്ചോറ്. ചട്ടിച്ചോറ് കഴിക്കാൻ പോവാണ് ഗൈസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ. നല്ലയാ മീൻകറി, ഒരു രക്ഷയില്ല. ഞാനായിരുന്നു ഇവിടെ മീൻകറി വെച്ചോണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മീൻകറിയിൽ സ്പെഷ്യലിസ്റ്റ് ആണെന്നൊക്കെ ഇവിടെ എന്നോട് നല്ല അടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും വെക്കും. അത് ഇവിടെ ഒരു ദിവസം മീൻകറി വെച്ചപ്പോഴാണ് എനിക്ക് നല്ല സത്യം മനസ്സിലായത്. ഇങ്ങനെയൊന്നും അല്ല, എൻ്റെ മീൻകറി അല്ല, അങ്ങനെയല്ല മീൻകറി എന്നുള്ളത്. ശ്രീജ നോർമൽ പാത്രത്തിലാണ് പ്ലേറ്റ് ചോറ്, നോട്ട് ചട്ടിച്ചോറ്. കാരണം ഒരു ചട്ടി പോലെ നമുക്ക്, അതും കുറച്ച് വലിയ ചട്ടിയായി പോയി. നല്ല ടേസ്റ്റ്. നല്ലതാണോ? ശ്രീജ നമ്മൾ ഒരു വഴക്ക് കഴിക്കുന്ന കണ്ടിട്ട് ഞാൻ നിർത്തും കേട്ടോ. അത് ഞങ്ങൾ സിനിമ കണ്ടിട്ട് കഴിക്കാൻ പോകും. നല്ലല്ലേ? ഞങ്ങൾ ഫ്രോസൺ കറി മേടിച്ചാ, എന്നിട്ട് ഇവിടെ ഒന്ന് ചൂടാക്കി. ഞങ്ങൾ കഴിക്കട്ടെ, ഇത് കഴിഞ്ഞ് കുറച്ച് സിനിമയൊക്കെ കണ്ടിട്ട് കഴിക്കുന്നത്. അപ്പം അതുവരേക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചെറിയ വീഡിയോ ആണ്, എന്നാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.